ഹല്ലേലൂയ. വീണ്ടും ഒരു ദിവസം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവവചനം പഠിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നമുക്ക് അവസരം ലഭിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ മാത്രം കരങ്ങളെല്ലാം കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്, സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലും നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് വലിയ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദയ ഇന്നും ഈ ഭൂമിയിൽ അധികമായി ഉണ്ടായിരുന്നതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഇന്ന് അങ്ങേക്ക് നന്ദി പറയുകയാണ്. ദൈവമേ, രാവിലെ മുതൽ ഇതുവരെ ദൈവം ഞങ്ങളെ നടത്തി, തുടർന്നുള്ള സമയങ്ങളിലും കർത്താവ് ഞങ്ങളെ നടത്തും. അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ അധികമായി വർദ്ധിച്ചു വരുന്നതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇന്ന് ഈ വൈകുന്നേരം സമയം അല്പസമയം ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവെ, ഇന്നത്തെ വചന പഠനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയതിനായി നന്ദി. തുടർന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കൈകൾ ചേർത്തടിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അത് മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അത് മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം സാരും സുഖം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അത് മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. എന്താനന്ദം, എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അത് മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം സാരും ശുഭം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസക്കാൽ ചുവടിലത്രേ തന്നിടുന്നേ സ്വർഗഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആമേൻ. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസക്കാൽ ചുവടിലത്രേ തന്നിടുന്നേ സ്വർഗഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അത് മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. എന്താനന്ദം, ചേർന്ന് പാടിയാലും. എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അത് മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിൻ്റെ മാറിൽ. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല.
തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിൻ്റെ മാറിൽ. എത്തും സഹായമത്യത്ഭുതമാം വിധം തൊട്ടു സുഖപ്പെടുത്തും. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം എന്താനന്ദം ചേർന്ന് പാടാമോ? എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. സന്ദയാപമേറുമീ ലോകെ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാൽച്ചുവടിലത്രേ. തന്നിടുന്നേ സ്വർഗഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ഇന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാൽച്ചുവടിലത്രേ. തന്നിടുന്നേ സ്വർഗഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം എന്താനന്ദം എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ എനിക്കു കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ്റെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ്റെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എൻ്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എൻ്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ 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 എൻ്റെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹേ ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ്റെ യേശു ജീവിക്കും. ഹല്ലേലൂയാ 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 എൻ്റെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. യേശു മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹേ ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ്റെ എല്ലാവരും കരങ്ങളടിച്ച് ആ ദൈവത്തെ ആരാധിക്കാമോ? എന്നെ ഒരു നാളും കൈവിടാത്ത, എന്നെ ഒരു നാളും ഉപേക്ഷിക്കാത്ത യേശുവേ ഹല്ലേലൂയാ ഹല്ലേലൂയാ
എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പ്രതിസന്ധിയുള്ള സമയത്ത് ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പറയുക, എൻ്റെ യേശു ജീവിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഈ പ്രതിസന്ധിയെ ചാടിക്കടക്കും. വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പറയാമോ? എൻ്റെ യേശു ജീവിക്കുന്നു. ഹേ രോഗമേ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹേ കടബാധ്യതയെ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈ രോഗത്തിൽ നിന്നും പുറത്തു വരും, ഞാൻ ഈ കടബാധ്യതയിൽ നിന്നും പുറത്തു വരും. എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ജയാളിയാണ്. ആമേൻ. താങ്ക് യു ഗോഡ്. അല്പനിമിഷം ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയ അനുഗ്രഹമാണ്. ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ദൈവവചനം പഠിക്കുവാനുള്ള സമയമാണ്. നമുക്കൊരുമിച്ച് ചേർന്ന് ബ്രദർ ഡാമിയനെ കരങ്ങൾ അടിച്ച് ഇന്നത്തെ വചന പഠനത്തിന് വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം. മത്തായി 10:1 മുതൽ ജസ്റ്റ് ഒന്ന് നോക്കിയ ശേഷം നമുക്ക് അടുത്തയിലേക്ക് പോകാം. 12 ശിഷ്യന്മാരെ യേശു കർത്താവ് വിളിക്കുന്നു. അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാനും എല്ലാവിധ രോഗങ്ങളെയും സൗഖ്യമാക്കുവാനുമുള്ള അധികാരവും ശക്തിയും കർത്താവ് നൽകുന്നു. അതിനുശേഷം 12 ശിഷ്യന്മാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മത്തായി അത് കൊടുത്തിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. 2 പേർ 2 പേരായിട്ട് പെയർ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ആദ്യം കൊടുത്തിരിക്കുന്നത് സൈമൺ ആൻഡ് ആൻഡ്രൂ, രണ്ടാമത് ജെയിംസ് ആൻഡ് ജോൺ, ദെൻ ഫിലിപ്പ് ആൻഡ് ബാർത്തലോമ്യൂ, തോമസ് ആൻഡ് മാത്യു, ജെയിംസ് ആൻഡ് താദ്യൂസ്, സൈമൺ ആൻഡ് ജൂഡസ് ഇസ്കാരിയോട്ട്. അങ്ങനെ 6 ജോഡികൾ 2 പേരായി നമ്മൾ കാണുന്നു. അതിൻ്റെ ഒരു കാരണം പറയപ്പെടുന്നത് ഒരുപക്ഷെ കർത്താവ് 2 പേരായി അയച്ചപ്പോൾ ആ ടീമിൻ്റെ പേരുകൾ ഇങ്ങനെയായിരിക്കാം. തുടർന്ന് യേശു കർത്താവ് ശിഷ്യരെ താൻ ചെല്ലുവാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും അയക്കുമ്പോൾ കർത്താവ് അയച്ച മോഡസ് ഓപ്പറാൻഡി, പ്രവർത്തന രീതി എന്തായിരുന്നു? നമ്പർ 1, ജീസസ് സെൻറ്റ് ദ വർക്കേഴ്സ് 2 by 2. യേശു കർത്താവ് ശിഷ്യന്മാരെ ആരും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും ശുശ്രൂഷയ്ക്ക് അയച്ചില്ല. 2 പേർ 2 പേരായിട്ടാണ് അയച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിലൊരു പാഠമാണ്. സുവിശേഷം അറിയിക്കുവാൻ പോകുമ്പോൾ, ഭവന സന്ദർശനങ്ങൾക്ക് പോകുമ്പോൾ, എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ മിനിമം 2 പേരായി പോകുന്നത് എപ്പോഴും നല്ലതാണ്. അതിന് ചില വചനങ്ങളൊക്കെ നമ്മൾ എഴുതി. പ്രത്യേകിച്ച് സഭാപ്രസംഗി 4:9 നമ്മൾ കാണുന്ന 2 are better than 1 because they have a good return for their labor. ഒരുവനേക്കാൾ 2 നല്ലത്. വേറെയും കുറേ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. രണ്ടാമത്തേത് നമ്മളന്ന് കണ്ടത് there was a targeted group. യേശു കർത്താവ് ശിഷ്യന്മാർ ചുമ്മാ എവിടെയെങ്കിലും എന്നല്ല പറഞ്ഞത്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ജാതികളുടെ അടുക്കിലേക്ക് നിങ്ങൾ പോകരുത്, ജാതികളുടെ പട്ടണങ്ങളിൽ പോകരുത്, ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. സോ സുവിശേഷ വേല ചെയ്യുമ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഒരു ടാർഗറ്റഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഓരോ വിളിയുണ്ട്, ശരിയാണോ? അപ്പോൾ ചിലർക്ക് പ്രത്യേക ഗ്രൂപ്പിനെ, ഉദാഹരണത്തിന് ചില ആളുകൾക്ക് മദ്യപാനത്തിൽ കിടക്കുന്ന, അടിമകളായി കിടക്കുന്ന വ്യക്തികളോടൊരു വലിയ ഭാരം തോന്നും. അവർക്ക് അവിടെ സ്പെഷ്യലൈസ് ചെയ്യാം എന്ന് വെച്ചാൽ അവിടെ മാത്രമേ സുവിശേഷം പറയാവുന്നതല്ല, അവർക്കൊരു പ്രത്യേക കൃപ കാണും. ചിലർക്കും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ആയിരിക്കും അവരുടെ ബേർഡൻ ലഭിക്കുന്നത്. അവിടെ ടാർഗറ്റ് ചെയ്താൽ ഗുണം കൂടുതൽ റിസൾട്ട് കാണും. ഇവിടെ ജാതികളുടെ പട്ടണങ്ങളിൽ പോകരുത്, ശമരിയുടെ പട്ടണങ്ങളിൽ പോകരുത്, ഇസ്രായേൽ ഗോത്രങ്ങളിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രം പോകുക എന്ന് പറയാൻ കാരണം, ജാതികൾക്ക് വേണ്ടി അന്ന് രക്ഷ ഓപ്പണായിട്ടില്ല. യേശു കർത്താവ് ശുശ്രൂഷിച്ചതും ഇസ്രായേലിൽ മാത്രമാണ്. അതിനിടയിൽ
വിജാതീയരായ ചിലർ രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ വരുന്നുണ്ട്, അവിടെ അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കൃപയുടെ വാതിൽ ജാതികൾക്ക് വേണ്ടി അന്ന് തുറക്കപ്പെട്ടിട്ടില്ലായിരുന്നു. 3, മെറ്റീരിയൽ ഫോർ മെസ്സേജ് വാസ് ഗിവൺ. പ്രസംഗിക്കേണ്ടത് എന്താണ് എന്നത് യേശു അവർക്ക് കൊടുത്തു. ഓർക്കുന്നുണ്ടോ? കാരണം ആസ് യു ഗോ പ്രൊക്ലെയിം ദിസ് മെസ്സേജ്, ദ കിങ്ഡം ഓഫ് ഹെവൻ ഹാസ് കം നിയർ. നിങ്ങൾക്ക് ആ സമയത്ത് വായിൽ തോന്നുന്നത് പ്രസംഗിക്കാനല്ല പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. പ്രസംഗ വിഷയം കൊടുത്താണ് വിട്ടത്. നമ്മളുടെയും എല്ലാ ശുശ്രൂഷകർക്കും മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. എന്താണ് ബ്ലെസ്സിങ് ഗ്രൂപ്പുകൾ എടുക്കേണ്ടത്, എന്താണ് നിങ്ങൾ പ്രസംഗിക്കേണ്ടത്. ഈവൻ ചില സമയങ്ങളിൽ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിൽ ഉപവാസ പ്രാർത്ഥനകൾ 3 ദിവസം നടക്കുമ്പോൾ സാധാരണ ശുശ്രൂഷകർ ഒരുമിച്ച് വന്നിട്ട് ഒരു മെറ്റീരിയൽ തയ്യാറാക്കും. എന്ന് വെച്ചാൽ ഇന്നതാണ് ഓരോ സ്ഥലങ്ങളിലും ഒരു ശുശ്രൂഷകരെല്ലാം കൂടി വന്നിട്ട് അത് തീരുമാനിച്ച ശേഷമാണ് പോകുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം, എന്ത് പ്രസംഗിക്കുന്നു എന്നതിന് ക്ലാരിറ്റി വേണം. എന്തെങ്കിലും പറയുമല്ല. അങ്ങനെ പറയുന്ന പല സ്ഥലങ്ങളിലും മിസ്റ്റേക്സ് വരാറുണ്ട്, വിരുദ്ധ ഉപദേശങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. ഇതിന് ഒരു മാതൃക കാണിച്ച് ഡോക്ടർ യോങ്കിച്ചോയാണ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ഭയങ്കരമായി ജനം വർദ്ധിച്ചു. ഇടയപരിപാലനത്തിന് ഒരു വെല്ലുവിളിയായി ഡീക്കൻസ് ഉണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ അവരെ കൊണ്ട് മാത്രം എല്ലാം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഒത്തിരിയധികം സഹോദരിമാരെ കൂടെ ടീച്ചിങ് മിനിസ്ട്രിയിലേക്ക് എടുത്തു, സെൽ ഗ്രൂപ്പുകളിൽ, പ്രാർത്ഥനാ സെല്ലുകളിൽ പഠിപ്പിക്കാൻ. പക്ഷേ ആദ്യമൊക്കെ ചെയ്തത് അവർ പലതൊക്കെ പഠിപ്പിച്ചു വെച്ചു. വളരെ തെറ്റായ രീതിയിൽ പലതും പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ ബുധനാഴ്ചയും നീ എൻ്റെ സന്നിധിയിൽ വാ, ഞാൻ നിനക്ക് വിഷയം തരും, അതിൻ്റെ നോട്ടുകൾ തയ്യാറാക്കി അത് കൊടുക്കുക, അത് മാത്രം അവർ പഠിപ്പിച്ചാൽ മതി. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് അവർ വന്നു. 4, ഹി ടോൾഡ് ദം വാട്ട് കൈൻഡ് ഓഫ് മിനിസ്ട്രി ദേ ഹാഡ് ടു ഡു. എന്ത് തരം ശുശ്രൂഷയാണ് ചെയ്യേണ്ടതെന്ന് യേശു അവരോട് പറഞ്ഞു. എന്ന് വെച്ചാൽ ഹീൽ ദ സിക്ക്, റേസ് ദ ഡെഡ്, ക്ലെൻസ് ദോസ് ഹു ഹാവ് ലെപ്രസി, ഡ്രൈവ് ഔട്ട് ഡീമൺസ്. എന്ത് ചെയ്യണം? മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. അപ്പോൾ എല്ലാത്തിനും യേശു കർത്താവിൻ്റെ ഒരു പ്രത്യേകത, നേതൃത്വത്തിൻ്റെ പ്രത്യേകത, തൻ്റെ പിന്നാലെ വരുന്നവർക്ക് അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയറായി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, നിർദ്ദേശങ്ങൾ. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മൾ ആരെങ്കിലും ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കണം. കൊടുത്തില്ലെങ്കിൽ, ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവർക്ക് പലതിലും തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ട്. 5, ഡു നോട്ട് ചാർജ് എനിത്തിങ് ഫോർ മിനിസ്ട്രി. ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചാർജ് ചെയ്യരുത്, അതിനൊന്നും പൈസ ഈടാക്കരുത്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഫ്രീലി യു ഹാവ് റിസീവ്ഡ് ഫ്രീലി ഗിവ്. സൗജന്യമായി കിട്ടിയത് സൗജന്യമായി കൊടുക്കുകയും. എന്ന് വെച്ചാൽ ശുശ്രൂഷ വിറ്റ് കളയരുത്. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന കൃപകളും വരങ്ങളും കാശിന് വിൽക്കരുത്. അതിന് ചില ഉദാഹരണങ്ങൾ കൂടി അന്ന് തന്നു. ചിലർ പത്രോസും കൂട്ടരും ഒക്കെ കൈവച്ച് പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുന്നത് കണ്ടപ്പോൾ അവർ ഒരാൾ കുറേയധികം പൈസയായിട്ട് വന്നു. ഞങ്ങളും കൈവയ്ക്കുമ്പോൾ ഇതുപോലെയൊക്കെ നടക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പത്രോസ് പറഞ്ഞു, നീയും നിൻ്റെ പൈസയും കൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോസ്തലൻ പറഞ്ഞു. 6 നമ്മൾ കണ്ടത്, എവറിത്തിങ് വുഡ് ബി പ്രൊവൈഡഡ് ഓൺ ദ ഗോ. 9 വചനം കൂടെ നോക്കുമ്പോൾ, സ്വർണ്ണമോ വെള്ളിയോ ഒന്നും എടുക്കണ്ട, ബാഗ് എടുക്കണ്ട, എക്സ്ട്രാ ഷർട്ട് എടുക്കണ്ട, ചെരുപ്പ് എടുക്കണ്ട, വടി എടുക്കണ്ട, ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഒരു വേലക്കാരൻ അവൻ്റെ കൂലിക്ക് യോഗ്യനാണ്. അതുകൊണ്ട് നിങ്ങളതൊന്നും കരുതണ്ട. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവർക്ക് പോകുന്ന വഴിക്ക് കർത്താവ് എല്ലാം തന്നോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം കണ്ടത് 7, സ്റ്റേ വിത്ത് എ വർത്തി പേഴ്സൺ. യോഗ്യനായ ഒരാളോട് കൂടെ വസിക്കുവിൻ. എവിടെയെങ്കിലും ഏതെങ്കിലും ഗ്രാമത്തിലോ പട്ടണത്തിലോ കടക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും യോഗ്യൻ ആരാണ്? അവിടെ തന്നെ, ഒറ്റ സ്ഥലത്ത് തന്നെ അവിടെ തന്നെ ഇരിക്കുക. കറങ്ങി നടക്കരുത്, പല വീടുകളിൽ പോയി പാർക്കരുത്. കാരണം ഒറ്റ സ്ഥലത്താണെങ്കിൽ സ്ഥിരമായി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും അവിടേക്ക് പലർക്കും ആ അഡ്രസ്സ് നോക്കി വരാനും പലരെയും കണ്ട്
ദൈവിക ദൂതുകൾ അറിയിക്കാനൊക്കെ സമയമുണ്ടായിരിക്കും. ഇത്രയും ഭാഗമാണെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണോ? 12 മുതലുള്ള വചനങ്ങൾ നമുക്ക് നോക്കാം. ആസ് യു എൻറ്റർ ദ ഹോം ഗിവ് ഇറ്റ് യുവർ ഗ്രീറ്റിംഗ്. 13. ഇഫ് ദ ഹോം ഈസ് ഡിസർവിങ് ലെറ്റ് യുവർ പീസ് റെസ്റ്റ് ഓൺ ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ലെറ്റ് യുവർ പീസ് റിട്ടേൺ ടു യു. ആ ഭാഗം മലയാളത്തിലൊന്ന് എല്ലാവരും ചേർന്ന് വായിക്കാം. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറയുവേൻ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികയിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. എഴുതുക. നമ്പർ 8. ഇംപാർട്ട് യുവർ പീസ് ഓൺ ദം. ഇംപാർട്ട് യുവർ പീസ് ഓൺ ദം. നിങ്ങളുടെ സമാധാനത്തെ അവരുടെ മേൽ പകരുക. ഇവിടെ വന്ദനം ചൊല്ലുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വീട്ടിൽ ചെല്ലുമ്പോൾ, ഇപ്പോഴൊക്കെ നമ്മളാണെങ്കിൽ ആരെങ്കിലും കണ്ട പ്രൈസ് ദി ലോർഡ് എന്ന് പറയും, അല്ലെങ്കിൽ സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും. അന്ന് അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. ഈ എബ്രായ ഭാഷക്കാർ അവർ ചെയ്തുകൊണ്ടിരുന്നത് ആരെങ്കിലും കണ്ടാൽ പറയുന്നത് ഷാലോം. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം ചെല്ലുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം പറയേണ്ട വാക്ക് ഷാലോം. പറയാമോ? ഷാലോം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം. പക്ഷേ സമാധാനം എന്ന ഒന്നിൽ അത് ഒതുങ്ങി നിൽക്കുന്നില്ല. ഷാലോം എന്നതിന് പ്രോസ്പെറിറ്റി എന്നർത്ഥമുണ്ട്, അഭിവൃദ്ധി, സമൃദ്ധി എന്നർത്ഥമുണ്ട്. ഒത്തിരി മീനിങ്സ് അതിൻ്റെ പിന്നിൽ കിടപ്പുണ്ട്. പ്രധാനമായും സമാധാനം എന്ന് വിചാരിച്ചാൽ മതി. ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾ ആ വീടിനോട് എന്ത് പറയണം? ഷാലോം. പക്ഷെ അതിന് ശേഷം പറയുന്നത് അവിടെ ഇഫ് ദ ഹോം ഈസ് ഡിസർവിങ്, ആ വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ലെങ്കിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ഇഫ് ദ കാൻഡിഡേറ്റ് ഈസ് ഡിസർവിങ് ദ പീസ് വിൽ if the candidate is undeserving, the peace will come back like a boomerang. ബൂമറാങ് കണ്ടിട്ടുണ്ടോ? ഒരു വളഞ്ഞൊരു പ്രത്യേക ഒരു വടിയാണ്, ചെറിയൊരു വടിയാണ്. അത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കെങ്ങും തടസ്സങ്ങളില്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ അത് കറങ്ങിപ്പോയി എറിഞ്ഞയാളുടെ അടുക്കൽ തന്നെ തിരിച്ചു വരുന്ന സാധനമാണ് ബൂമറാങ്. നിങ്ങളുടെ സമാധാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും വീട്ടിൽ ചെന്ന് സമാധാനം എന്ന് പറയുമ്പോൾ അവിടെ യോഗ്യതയുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക്, എന്ന് വെച്ചാൽ ഷാലോം, ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ചെന്ന് അവിടെ സെറ്റിൽ ചെയ്യും. അതില്ലെങ്കിൽ അവിടെ ഇരിക്കുകയില്ല, അത് തിരിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് തന്നെ മടങ്ങി വരും. അപ്പോൾ സമാധാനം എന്നർത്ഥമുണ്ട്, അഭിവൃദ്ധി എന്നർത്ഥമുണ്ട്, അനുഗ്രഹം എന്നർത്ഥമുണ്ട് ഷാലോമിന്. ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. സുവിശേഷം അറിയിക്കുന്നവരെക്കുറിച്ച് യേശയ്യാവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. ബ്യൂട്ടിഫുൾ ആർ ദ ഫീറ്റ് ഓഫ് ദോസ് ഹു പ്രൊക്ലെയിം ഗ്ലാഡ് ടൈഡിങ്സ്. നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ആരെങ്കിലും ഒരാൾ, ഇന്ന് ഈ വചന പഠനത്തിലായിരിക്കുന്ന ഒരാൾ യേശു കർത്താവിൻ്റെ സുവിശേഷം വേറൊരാളുമായി പറയുമ്പോൾ, വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ പാദങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ദൈവം കാണുന്നത്. എന്ന് വെച്ചാൽ എത്രയോ പ്രധാനപ്പെട്ടതാണ് ആ ശുശ്രൂഷ. കാരണം ഇത്രയേ ഉള്ളൂ, ദേ ആർ ക്യാരിയിങ് ദ ഗുഡ് ന്യൂസ് ഓഫ് പീസ്, ഷാലോം. ആ വ്യക്തിക്കുള്ള സമാധാനമാണ് ഈ പോകുന്നത്. സമാധാനം എന്ന് പറഞ്ഞാൽ രാത്രി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു ഫീലിംഗ്, ഒരു വികാരം എന്നല്ല എൻ്റെ അർത്ഥം. ഇതൊരു സ്ഥായിയായ സമാധാനമാണ്. ഈ സമാധാനം ഭൂമിയിലേക്ക് വന്നത്, യഥാർത്ഥ സമാധാനം ഭൂമിയിലേക്ക് വന്നത് ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോഴാണ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് അല്ലെങ്കിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. എപ്പോഴത് വന്നത്? യേശു ജനിച്ചപ്പോൾ. യേശു ജനിച്ചപ്പോൾ യേശുവിൻ്റെ കൂടപ്പിറപ്പാണ് എന്ത്? സമാധാനം. ഈ സമാധാനം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള എല്ലാവർക്കും ലഭിക്കും.
ഒരാൾ വേറൊരാളോട് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ, വചനങ്ങൾ പങ്കുവെക്കുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അയാൾക്കുള്ള സമാധാനമാണ് ഈ പറയുന്നത്. ദൈവവുമായുള്ള സമാധാന കരാറിൽ ഒപ്പിടാനുള്ള ഒരു പാക്റ്റാണ് അവിടെ റെഡിയാക്കുന്നത്. എന്ന് വെച്ചാൽ ഒരിക്കലും നിത്യശിക്ഷയിലേക്ക് പോകാതെ ദൈവിക സമാധാനത്തിൽ നിത്യകാലം സ്വർഗത്തിൽ ജീവിക്കുവാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആ വ്യക്തിയിലേക്ക് വരുന്നത്. അതല്ലാതെ ഉള്ളിലൊരു സ്വസ്ഥത എന്ന അർത്ഥത്തിൽ മാത്രം അതിനെ കണക്കാക്കരുത്. അതുകൊണ്ടാണ് നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. അനേകരെ വിടുവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വാർത്തയാണ് അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ സമാധാനം അങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സ്വസ്ഥത, ഒരു സമൃദ്ധി, അഭിവൃദ്ധി, അനുഗ്രഹം ആണ് അങ്ങോട്ട് പോകുന്നത്. അടുത്തൊരു വലിയൊരു തത്വം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ബ്ലെസ്സിങ്സ്, പീസ്, പ്രോസ്പെറിറ്റി, എക്സെട്ര, ട്രാവൽ ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ത്രൂ സ്പോക്കൺ വേർഡ്സ്. അതൊന്നും എഴുതി വെക്കുന്നതല്ല. അനുഗ്രഹവും സമാധാനവും അഭിവൃദ്ധിയും സമൃദ്ധിയും ഒക്കെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരപ്പെടുന്നത് ഉച്ചരിക്കുന്ന വാക്കുകളിലൂടെയാണ്. ഇതൊരു ഭയങ്കര തത്വമാണ്. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളാണ്. അതിന് കാരണം മാതാപിതാക്കൾ സ്വന്തം മക്കളെ നോക്കി എന്ത് പറയുന്നു ദിവസവും, അതാണ് അവരുടെ ഭാവി. ശ്രദ്ധിച്ചോന്നറിയില്ല, ഒന്നുകൂടി പറയാം. മാതാപിതാക്കൾ സ്വന്തം മക്കളെ നോക്കി എല്ലാ ദിവസവും എന്ത് പറയുന്നു? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, പൊട്ടൻ, ഇവനെന്താ ചെയ്തു വച്ചിരിക്കുന്നത്, കഴുത, ഇതാണ് സ്വന്തം പാരൻസ് പറയുന്നതെങ്കിൽ കഴുതയുടെ രീതിയിലൊരു ബ്രെയിൻ അവിടെ ഡെവലപ്പ് ചെയ്തു വരും. ഡോങ്കി ബ്രെയിൻ. പൊട്ടൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ പൊട്ടത്തരം തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. പൊട്ടത്തരം കാണിക്കുമ്പോഴും അവൻ്റെ മേൽ ആ വാക്കുകൾ പറയാതെ കുറച്ചുകൂടെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ചിലപ്പോൾ 6 മാസത്തിനകം, ചിലപ്പോൾ 1 വർഷത്തിനകം, ചിലപ്പോൾ ഒരു 3 കൊല്ലത്തിനകം അവനിൽ ഡെവലപ്മെൻറ്റ് നടക്കാൻ തുടങ്ങും. ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന കാര്യമുള്ളൂ. സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഭയങ്കര മക്കൾ നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന, പ്രൊവോക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുമ്പോഴും ദയവായി എന്ത് ചെയ്യരുത്? നെഗറ്റീവായ വാക്കുകൾ ആ വ്യക്തിത്വത്തിലോട്ട് പറഞ്ഞു വെക്കരുത്. അത് യേശു എന്താ പറയുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ തലേ കവിച്ച് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. വാ കൊണ്ട് എന്ത് പറയണം? ഷലോം. ഇത് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളിലുള്ള സമാധാനം നിങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ആ വ്യക്തിയിലേക്ക് ചെന്ന് അവിടെ സെറ്റിൽ ചെയ്യും. അദൃശ്യമായ ഒരു മണ്ഡലത്തിലൂടെ നിങ്ങളിൽ നിന്നും ദൈവിക സമാധാനം ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമിയിൽ നിന്നുണ്ടായതല്ല, സുഖത്തിൽ നിന്ന് യേശു പിറന്നപ്പോൾ വന്നതാണ്. ഇത് ഒരു ഹെവൻലി പീസ് ആണ്. നിങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ആ വ്യക്തിയിൽ വന്ന് അവിടെ കുടികൊള്ളും, ആ വീട്ടിൽ. അപ്പോൾ ആകെ പറയുന്നത് ഒറ്റ വേർഡാണ്, ഷാലോം. ശരിയാണോ? ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മ നിറവിൽ അഭിഷേകത്തിലും പറയുന്നത് കൊണ്ട് അതവിടെ വസിക്കുക മാത്രമല്ല, ഇനിയുള്ള അവരുടെ ഭാവിയിൽ അത് പതുക്കെ പതുക്കെ വികസിച്ച് വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ലെറ്റ് യുവർ ബ്ലെസ്സിങ്സ് ബി അപ്പോൺ ദ ഹോം ആൻഡ് ഗോഡ് വിൽ പ്രോസ്പെർ ഇറ്റ്. നിങ്ങൾ വാക്ക് പറഞ്ഞാൽ മതി, ബാക്കി അവരെ ദൈവം അഭിവൃദ്ധിപ്പെടുത്താൻ തുടങ്ങും. റിവാർഡ് ഈസ് ഓഫേർഡ് ഈവൻ ഫോർ എ കപ്പ് ഓഫ് വാട്ടർ. നിങ്ങളവിടെ കൈക്കൊള്ളുവാണെങ്കിൽ അതിനൊരു അനുഗ്രഹമുണ്ട്. ഒരു പാത്രം തണ്ണീർ കൊടുത്താൽ പോലും അതിന് പ്രതിഫലമുണ്ടെന്ന് യേശു കർത്താവ് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് 8ാമത്തെ യേശുവിൻ്റെ പ്രവർത്തന രീതിയിൽ നമ്മൾ കണ്ടത്, നമ്മളിലുള്ള ദൈവിക സമാധാനത്തെ മറ്റുള്ളവരിലേക്ക് പകരണം. ശുശ്രൂഷയിൽ നടക്കുന്നത് അതാണ്. ഈ 9, നമ്പർ 9, മൂവ് അവേ ഫ്രം അൺറിസെപ്റ്റീവ് പീപ്പിൾ. സ്വീകരിക്കാത്ത, കൈക്കൊള്ളാത്ത വ്യക്തികളിൽ നിന്നും അകന്നു പോകുക. സുവിശേഷം കൈക്കൊള്ളാത്ത അല്ലെങ്കിൽ നിങ്ങളെ കൈക്കൊള്ളാത്ത വ്യക്തിയിൽ നിന്നും അകന്നു പോകുക. 14-ാം വചനം മുതൽ നോക്കാം. ഇഫ് എനിവൺ വിൽ നോട്ട് വെൽക്കം യു ഓർ ലിസൺ ടു യുവർ വേർഡ്സ്, leave that home or town and shake the dust off your feet. Truly I tell you,
It will be more bearable for Sodom and Gomorrah on the day of judgment than for that town. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെ മരിക്കുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവീൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോദോമിൻ്റെയും ഗൊമോറയുടെയും ദേശത്തിന് സഹിക്കാതാവുകയും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു ഭവനക്കാർ, ഏതെങ്കിലും ഒരു പട്ടണക്കാർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ല, നിങ്ങളുടെ വചനങ്ങളെ സ്വീകരിക്കുന്നുമില്ല. ഇവിടെ നോക്കി, ഈ ചെല്ലുന്നത് അവിടെയുള്ള ചില ചെറുപ്പക്കാരാണ്. ആ നാട്ടിൽ വളർന്ന ഇസ്രായേലിലുണ്ടായിരുന്ന കുറച്ച് പേരാണ്. അവരെ നിയോഗിച്ചതാരാ? യേശു കർത്താവാണ്. നിയോഗിക്കപ്പെട്ട അവർ സാധാരണ മനുഷ്യരായിട്ടാണ് അവിടെ ചെല്ലുന്നത്. പക്ഷെ അവർക്ക് ലഭിച്ചിരിക്കുന്ന അതിൻ്റെ 1-ാമത്തെ വചനത്തിലുണ്ട്, അവർക്ക് ശക്തിയും അധികാരവും എല്ലാം കൊടുത്താണ് അവരെ വിട്ടത്. ഈ അധികാരം എവിടെ നിന്ന് വന്നത്? ഒറിജിനലി ദിസ് ഈസ് കമ്മിങ് ഫ്രം ഗോഡ് ദ ഫാദർ. കാരണം പിതാവായ ദൈവമാണ് പുത്രനെ അയച്ചത്. പുത്രനാണ് ഇവരെ അയക്കുന്നത്. ഈ അധികാരം വാസ്തവത്തിൽ പകർന്നു കിട്ടിയത് എവിടെ നിന്നാണ്? സർവശക്തനായ ദൈവത്തിൽ നിന്നാണ്. ദൈവം നൽകിയ അധികാരത്തിലാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആ പട്ടണമോ വീടോ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിൽ ചെരുപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പെടുത്ത് ആ പൊടി ആ പട്ടണത്തിൽ തന്നെ കൊട്ടിയിട്ടിട്ട് പോകുവിൻ. പൊടി, കാലിലെ പൊടി അല്ലെങ്കിൽ ചെരുപ്പിലെ പൊടി തട്ടുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഗോഡ് ഹാസ് റിജക്റ്റഡ് യു എന്നാണ്. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കും. അതോടെ തീർന്നു. ആ പട്ടണം അതോടെ തകർന്നു പോകും. ആ വീട് അതോടെ തീർന്നു. ആ കുടുംബം തീർന്നു. ആ വ്യക്തിയുടെ പരിപാടി കഴിഞ്ഞു. നിസ്സാരമല്ല. കാരണം എന്താ? അവർ തള്ളിയത് പത്രോസിനെയോ അന്ത്രയോസിനെയോ ഫിലിപ്പിനെയോ ബർത്തലോമായെയോ അല്ല, പിതാവായ ദൈവത്തെയാണ്. കാരണം ഒറിജിനലി അയച്ചതാരാ? പിതാവ് പുത്രനെ, പുത്രൻ അവരെ. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് സുവിശേഷം പറയാൻ വേണ്ടി, അയാളുടെ രക്ഷയ്ക്ക് വേണ്ടി, അയാളുടെ നന്മയ്ക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, നിത്യസ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ചെന്നിരിക്കുന്നത്. പക്ഷെ ചിലർ പറയും, ദേ ഇവിടെ ആൽസേഷ്യം പട്ടിയുള്ളത്, വേഗം പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അഴിച്ചു വിടും എന്ന് പറഞ്ഞാൽ, എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ, ഒരിക്കലും കാലിലെ പൊടി തട്ടരുത്. തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം തീർന്നു. കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദയവായി ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം പറയാം. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം 49 മുതൽ 51 വരെ വായിക്കുമ്പോൾ, ആൻഡ് ദ വേർഡ് ഓഫ് ദ ലോർഡ് വാസ് ബീങ് സ്പ്രെഡ് ത്രൂ ഔട്ട് ഓൾ ദ റീജിയൻ, ബട്ട് ദ Jews stirred up the devout and prominent women and the chief men of the city, raised up persecution against Paul and Barnabas and expelled them from their region. But they shook off the dust from their feet against them and came to Iconium. വായിക്കാമോ ഭാഗം? കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. ഓക്കെ. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യസ്ത്രീകളും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞു ഇക്കോന്യയിലേക്ക് പോയി. ഇത് സംഭവിച്ചാൽ ആ പട്ടണങ്ങൾക്ക് ഇനി ഒരു ഗതിയുമില്ല, ചരിത്രത്തിൽ തകർന്നു പോകും. കർത്താവ് അവിടെ അതിന് ശേഷം പറഞ്ഞൊരു കാര്യം, ഇറ്റ് വിൽ ബി മോർ ബെയറബിൾ ഫോർ സോഡം ആൻഡ് ഗൊമോറ ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് ദാൻ ഫോർ ദാറ്റ് ടൗൺ. ന്യായവിധി ദിവസത്തിൽ സോദോമിനും ഗൊമോറയ്ക്കും ഇവരുടെ ന്യായവിധിയേക്കാൾ സഹിക്കാവുന്നതാകും. ഇതിൽ നിന്നൊരു പാഠം കൂടെ നമ്മൾ പഠിക്കണം. ദിസ് ടീച്ചേഴ്സ് ഡിഗ്രീസ് ഓഫ് പണിഷ്മെൻറ്റ് ഇൻ ഹെൽ. നരകത്തിൽ എല്ലാവർക്കും ഒരേ ശിക്ഷയല്ല കിട്ടുന്നത്. 15-ാമത്തെ വചനം എല്ലാവരും ചേർന്ന് വായിക്കാം. 1, 2, 3. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ ദേശത്തിന് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ ചിലർക്ക് നിങ്ങളേക്കാൾ സഹിക്കാൻ പറ്റും, ചിലർക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
എല്ലാവരെയും കൂടി കൊണ്ടുപോയി നരകത്തിലേക്ക് ഇട്ടിട്ട് അവിടെ എല്ലാവർക്കും ഒരേ ശിക്ഷയാണെന്നാണോ? നോ. ശിക്ഷയുടെ ഡിഗ്രിക്ക് വരെ വ്യത്യാസമുണ്ട്. മത്തായി 12:41 വായിച്ചാൽ, ദ മെൻ ഓഫ് നിനവേ will rise up in the judgment with this generation and condemn it, because they repented and the preaching of Jonah, and indeed a greater than Jonah is here. അതൊന്ന് വായിച്ചു നോക്കി. നിനവേക്കാൾ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ടു, മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. യോനയുടെ കാര്യം ഓർമ്മയുണ്ടോ? യോന പ്രസംഗിച്ച സമയത്ത് 1,20,000 ചില്ലുവാൻ പേരാണെന്ന് എൻ്റെ ഓർമ്മ. ഒറ്റയടിക്ക് എന്ന് വെച്ചാൽ അവിടുത്തെ കിങ്, രാജാവും രാജ്ഞിയും അവിടെയുള്ള മന്ത്രിമാരും തുടങ്ങി സകലരും വന്ന് സാധാരണ മനുഷ്യരുടെ മൃഗങ്ങൾ വരെ ഉപവസിച്ചു. എന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് അവർ തീറ്റ കൊടുത്തില്ല. യോന വന്ന് പ്രവചിച്ച് പറഞ്ഞപ്പോൾ ഉന്മൂലനാശം 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 ദൈവത്തിനെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്ന് അനുദപിച്ചു. ഒരു രാജ്യം മുഴുവൻ, ആ രാജ്യത്തിൽ ആകെ അത്രയും പേരേ ഉള്ളൂ, 1,20,000 പേരെ അവിടെ ഉള്ളൂ. അവർ മുഴുവനും ഇരട്ടിലും വെണ്ണീറിലും ഇരുന്ന് അനുദപിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വന്നു. അവർ ന്യായവിധി ദിവസത്തിൽ എഴുന്നേറ്റ് ഇവരെ ന്യായം വിധിക്കും. ആരെ? യേശു നേരിട്ട് സുവിശേഷം പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞവരെ ന്യായം വിധിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ എല്ലാം നരകത്തിലേക്ക് പോകുന്നതിന് മുൻപ് ന്യായവിധിയിലും അവിടെ ചെന്നു കഴിഞ്ഞാലുള്ള ശിക്ഷാവിധിയിലും വ്യത്യാസമുണ്ട്. ഇത് സവിസ്തരം നമുക്ക് പിന്നീട് പഠിക്കാം. പക്ഷേ അവിടെ കർത്താവ് പറഞ്ഞതാ, എവിടെയെങ്കിലും കൈക്കൊണ്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകുവിൻ. ഓക്കെ, അവരങ്ങ് വിട്ടേക്ക്. ഒരു തരത്തിലും അവർക്ക് യേശുവിനെ വേണ്ട, സമാധാനത്തിലുള്ള മാർഗം അവർക്ക് വേണ്ട. നിങ്ങൾ അവിടെ നിന്ന് മാറി അടുത്ത പട്ടണത്തിലേക്ക് പോകുന്ന വഴിക്ക് കാലിലെ പൊടി തട്ടിയേക്കുക. അതോടെ അതിൻ്റെ അർത്ഥം ദൈവം അവരുപേക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മളത് ചെയ്യരുത്. 10. ബി ഷ്രൂഡ് ആൻഡ് ഇന്നസെൻറ്റ്. 10ാമത്തേത് എഴുതേണ്ടത് കൂർമ്മബുദ്ധിയുള്ളവരും നിഷ്കളങ്കരും ആയിരിപ്പിൻ. കൂർമ്മബുദ്ധിയുള്ളവരും നിഷ്കളങ്കരും ആയിരിപ്പിൻ. മത്തായി 10:16 വരാം. ഐ എം സെൻഡിങ് യു ഔട്ട് ലൈക്ക് ഷീപ്പ് എമംഗ് വൂൾസ്. Therefore be shrewd, be as shrewd as snakes and as innocent as doves. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. സകലർക്കും ചേർന്ന് ഒരു പ്രാവശ്യം ഉണ്ട്, അതൊന്ന് വായിക്കാമോ? ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. ഓക്കെ, അവിടെ ചെന്നായ്ക്കൾ പറഞ്ഞേ. അവിടെ കർത്താവ് കൊണ്ടുവരുന്ന ഒരു ഉപമയാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ ചെന്നായ്ക്കൾ കാണിക്കുന്നത് they are the symbol of greedy rulers, hypocrites and false prophets. കപടനാട്യമുള്ളവർ, കടിച്ചു കീറുന്നവർ എന്ന് വെച്ചാൽ വളരെ അത്യാഗ്രഹികളായ ഭരണാധിപന്മാരും കപടഭക്തിക്കാരും കള്ളപ്രവാചകന്മാരും അവരെയൊക്കെയാണ് ചെന്നായ്ക്കൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ, ചെന്നായ്ക്കളുടെ പ്രത്യേകത, ചെന്നായ്ക്കൾ വന്ന് കടിച്ച് കീറുകയും ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള തിരിച്ച് നിങ്ങളെ ആക്രമിക്കുന്ന അങ്ങനെയുള്ള ചിലരുടെ അടുക്കിലേക്കാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. സുവിശേഷം അറിയിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ചെന്നായ്ക്കളുടെ ഇടയിൽ ചെന്ന് പെടാൻ സാധ്യതയുണ്ട്. കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ചെന്നായ്ക്കളിടയിൽ ആടിനെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവരുടെ നടുവിൽ ഒന്ന് ആടാണ്, ആട് കുഞ്ഞാടിനെ പോലെ ആയിരിക്കണം. കൂടാതെ ബുദ്ധിയിൽ പാമ്പിനെ പോലെയും നിഷ്കളങ്കതയിൽ പ്രാവിനെ പോലെയും ആയിരിക്കണം.
ഇത് രണ്ടും കൂടി എങ്ങനെ വരും? ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്നതാണ് ശരിയായൊരു ദൈവ പൈതലിൻ്റെ സ്വഭാവം. എന്തൊക്കെയാണ് ചേർന്ന് വരേണ്ടത്? പാമ്പിനെ പോലെയുള്ള കൂർമ്മബുദ്ധി, ഷ്രൂഡ്നെസ്. അടുത്തത് പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കത. ചിലർക്ക് ഇത് തിരിച്ചു വരും. അവിടെയാണ് വലിയ പ്രശ്നങ്ങൾ വരുന്നത്. പാമ്പിൻ്റെ നിഷ്കളങ്കത എങ്ങനെ ഉണ്ടായിരിക്കും? പ്രാവിൻ്റെ ബുദ്ധി എങ്ങനെ ഉണ്ടായിരിക്കും? പൊട്ടത്തരങ്ങൾ കാണിക്കുക സുവിശേഷ പ്രവർത്തനങ്ങളിൽ. അത് പലരുടെയും രക്ഷയുടെ വഴി അടയ്ക്കുക മാത്രമല്ല, ഈ പ്രവർത്തിക്കാൻ പോകുന്നവരുടെ പ്രവർത്തനങ്ങൾ തകരുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രസിദ്ധനായൊരു ദൈവദാസൻ പറഞ്ഞത്, ഇന്ന് സുവിശേഷ വേല ചെയ്യുന്ന ഒത്തിരി അധികം പേർ അത് നിർത്താമെങ്കിൽ ഒത്തിരി പേർ രക്ഷിക്കപ്പെടും. കാരണം they are doing it in a wrong way. They are creating a wrong impression. ഒരു തെറ്റായ ഒരു ധാരണയാണ് പുറത്തുണ്ടാക്കി വയ്ക്കുന്നത്. കർത്താവ് പറഞ്ഞ ഇൻസ്ട്രക്ഷനിൽ തന്നെ കർത്താവിൻ്റെ വേല ചെയ്തില്ലെങ്കിൽ നമ്മൾ പലരുടെയും രക്ഷയുടെ വാതിലുകൾ അടയ്ക്കുന്നതിന് തുല്യമാണ്. ഇവിടെ പാമ്പിൻ്റെ ഒരു പ്രത്യേകത കൂടെ പറയാം. Serpents never unduly expose themselves to attack. പാമ്പിൻ്റെ പ്രത്യേകത, പാമ്പ് ഒരിക്കലും നേരിട്ട് വന്ന് പെട്ടെന്ന് ആക്രമിക്കുന്ന കൂട്ടത്തിലല്ല. പാമ്പിൻ്റെ പ്രത്യേകത, പാമ്പ് എപ്പോഴും തല താഴ്ത്തി മണ്ണിനോട് പറ്റി നിലത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നു. ശത്രുക്കൾ വരുന്നത് കാലൊച്ച അതിൻ്റെ ചെവിയിൽ, അതിൻ്റെ ഫ്രീക്വൻസിയിൽ കേട്ടാൽ പെട്ടെന്ന് അത് അലർട്ടാകുന്നു. ശരിയാണോ? നേരിട്ട് പെട്ടെന്നല്ല അത് ആക്രമിക്കുന്നത്. ഭൂമിയിലൂടെയുള്ള വൈബ്രേഷൻസിനെ, ഗ്രൗണ്ടിൻ്റെ വൈബ്രേഷൻസിനെ സെൻസ് ചെയ്ത് നോക്കിയാണ് അത് ആക്രമണം നടത്തുക. അത്രത്തോളം ബുദ്ധി പാമ്പ് കാണിക്കാറുണ്ട്. രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് ബുദ്ധിയില്ലാത്തവരായി മാറരുത്. ഇതാണ് യേശു പറയുന്നത്. ഏതെങ്കിലും അപകടത്തിൽ ചെന്ന് ചുമ്മാ ചാടരുത്. മനസ്സിലാകുന്നുണ്ടോ? ഒരാളെനിക്കറിയാം, അയാൾ പറഞ്ഞു, കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് രക്തസാക്ഷിയാകാനാണ്. മാത്രമല്ല കർത്താവിൻ്റെ വേലയിൽ ഭയങ്കരമായി തല്ലുകൊള്ളണം, കർത്താവ് എന്നെ തല്ലുകൊള്ളാനാണ് വിളിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞ അദ്ദേഹം പല സ്ഥലങ്ങളിലും, ബസ്സുകളിലും ട്രെയിനുകളിലും പല സ്ഥലങ്ങളിലും പോയി പരസ്യമായി ട്രാക്ട് കൊടുത്തു, എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു. ആൾക്ക് കിടന്നുറങ്ങാൻ വയ്യ. അവസാനം ട്രെയിനിൽ അദ്ദേഹത്തെ തല്ലി, ബസ്സിൽ തല്ലി, നാൽക്കവലിൽ തല്ലി. അവസാനം ഒരു ദിവസം നോക്കിയപ്പോഴേക്കും വയനാട്ടിലൊരു സ്ഥലത്ത് തിരുമാൻ കിടക്കുക. ഇതാര് പറഞ്ഞു? പോയി തല്ലുകൊണ്ടതാ. കർത്താവ് എന്താ പറഞ്ഞത്? യേശു പോലും പല ഘട്ടങ്ങളിലും യേശുവിനെ പിടിക്കാനും കടും തൂക്കത്തോടെ തള്ളി ഇട്ട് കൊല്ലുവാനൊക്കെ ശ്രമിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് അവൻ മാറിക്കളഞ്ഞു എന്ന് വചനമുണ്ട്. പൗലോസിനെ അവരെല്ലാവരും കൂടെ ഒരു കൊട്ടയുടെ അകത്താക്കി മതിലിനപ്പുറത്തേക്ക് ഇറക്കി വെച്ച് അവിടെ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തി. അതിൻ്റെ അർത്ഥം എല്ലായിടത്തും പോയി തല്ലുകൊള്ളാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും ഉപദ്രവം ഉണ്ടായി ജീവൻ അപായത്തിലാണെന്ന് കണ്ടാൽ അവിടെ വലിയ ധൈര്യമൊന്നും കാണിക്കണ്ട, പതുക്കെ അടുത്ത വണ്ടി കയറി വീട്ടിൽ പോവും. ഇതാ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. ചുമ്മാ പോയി തല്ലുകൊള്ളരുത്. പക്ഷെ സമയമായെങ്കിൽ, കർത്താവ് പലപ്പോഴും പറഞ്ഞൊരു കാര്യം, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഒത്തിരി പ്രാവശ്യം കർത്താവ് പറഞ്ഞു, എൻ്റെ നാഴിക വന്നിട്ടില്ല, എൻ്റെ ടൈം ഇതുവരെ ആയിട്ടില്ല, എൻ്റെ ടൈം ഇതുവരെ. അവസാനം ഗെത്സമൻ തോട്ടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, എൻ്റെ നാഴിക വന്നിരിക്കുന്നു, ഇതിരുളിൻ്റെ പ്രഭുവിൻ്റെ സമയമാണ്. അപ്പോൾ കർത്താവിന് വ്യക്തമായി ടൈം അറിയായിരുന്നു. അതിനു മുമ്പ് ഒരിക്കലും ഒരുത്തൻ്റെയും കയ്യിൽ കർത്താവ് പിടികൊടുത്തില്ല. ഒരു സ്ഥലത്ത് വെച്ച് പോലും യേശുവിനെ ഇടിക്കുകയോ അടിക്കുകയോ വടികൊണ്ടടിക്കുകയോ അതിനു മുൻപ് ഒരു സ്ഥലത്തും അത് സംഭവിച്ചിട്ടില്ല. ശരിയാണോ? പക്ഷെ സമയമായപ്പോൾ നിന്നു കൊടുത്തു. അത് അതിൻ്റെ സമയമായി. ചില സമയങ്ങളിൽ ഒരുപക്ഷെ തല്ലുകൊള്ളേണ്ട സമയം ഉണ്ടെങ്കിൽ കൊണ്ടോ, പക്ഷെ അനാവശ്യമായി തല്ല് മേടിക്കല്ലേ. എന്തിനാ വെറുതെ ആ നട്ടലൊടിക്കുന്നത്? എന്തിനാ ആസ്തി ഓടിക്കുന്നത്? കുറച്ചുകൂടി ശക്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യാം. അതുകൊണ്ടാണ് ചെന്നായ്ക്കളുടെ ഇടയിൽ ആടുകളെ പോലെയാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ ബുദ്ധി, പാമ്പിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, നിലം പറ്റിക്കിടന്ന് ശത്രുവിൻ്റെ നീക്കങ്ങളെല്ലാം അത് നോക്കിക്കൊണ്ടേയിരിക്കും. സൗണ്ട് കേട്ടാൽ, ആരുടെയെങ്കിലും ശത്രുക്കളുടെ കാൽപെരുമാറ്റത്തിൻ്റെ ശബ്ദം കേട്ടാൽ അത് തലപൊക്കി നോക്കും, അതുവരെ പമ്മിക്കിടക്കും. അടുത്തത്
പ്രാവിനെ പോലെ ബുദ്ധിയുള്ളവർ ആകുക. പ്രാവിൻ്റെ പ്രത്യേകത പറയാം. ഡൗസ് നെവർ പ്രൊവോക്ക് ഹോസ്റ്റിലിറ്റി. ഒരു പ്രാവും ഒരിക്കലും പ്രകോപനം ഉണ്ടാക്കുകയില്ല. എഴുതി വെക്ക്. പ്രാക്കൾ ഒരിക്കലും പ്രകോപനം ഉണ്ടാക്കുകയില്ല. ഏതെങ്കിലും ഒരു പ്രാവ് വന്ന്, ഇപ്പോൾ കാക്കകൾ വന്ന് പലപ്പോഴും നമ്മളെ പ്രകോപിപ്പിക്കും, അനാവശ്യമായി വന്ന് ശല്യപ്പെടുത്തി. എന്നാൽ പ്രാക്കൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് ഗോതമ്പ് ഇട്ടുകൊടുക്കാൻ തോന്നും. ശരിയല്ലേ? നമ്മളെ ശല്യപ്പെടുത്തുന്നില്ല അത്. ഇതുപോലെ പ്രകോപനപരമായി സുവിശേഷ വേല ചെയ്യരുത്. ഉദാഹരണത്തിന്, ഞാനിവിടെ നിന്നുകൊണ്ട് സകല സഭക്കാരെയും സകല മതങ്ങളെയും എല്ലാ മന്ത്രിമാരെയും ഞാനിവിടെ നിന്നുകൊണ്ട് അനാവശ്യമായി ചീത്ത വിളിച്ചുകൊണ്ടിരുന്നാൽ തല്ലുകൊണ്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്തിനാ അനാവശ്യമായി പ്രകോപനം ഉണ്ടാക്കുന്നേ എന്ന് വെച്ചാൽ, സദസ്സിനെ ബഹുമാനിക്കാതെ, ഓഡിയൻസിനെ ബഹുമാനിക്കാതെ ശുശ്രൂഷിക്കരുത്. മറ്റുള്ളവരെ ഓണർ ചെയ്യുക. അനാവശ്യമായ പ്രകോപനങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാക്കി വെക്കരുത്. പ്രാക്കൾ ഒരിക്കലും അത് ചെയ്യില്ല. കൂടാതെ they are very sensitive and fly away from hostile surroundings. പ്രാക്കളുടെ മറ്റൊരു പ്രത്യേകത, എന്തെങ്കിലും ഒരു ശത്രുതാ മനോഭാവമുള്ള ഒരു അന്തരീക്ഷത്തിൽ വന്നാൽ ഉടൻ തന്നെ പ്രാവ് എന്താ ചെയ്യുക? എന്ന് പറഞ്ഞു പോകും. പ്രാവ് അവിടെ ഇരിക്കില്ല. മാത്രമല്ല, നിഷ്കളങ്കതയുടെ പര്യായമാണ് അല്ലെങ്കിൽ പ്രതീകമാണ് പ്രാവ്. കൂർമ്മബുദ്ധിയും നിഷ്കളങ്കതയും കൂടെ ബ്ലെൻഡ് ചെയ്താൽ ആ ഒരു ക്യാരക്ടറാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ കാഴ്ചവെക്കേണ്ടത്. എന്തൊക്കെയാണ്? കൂർമ്മബുദ്ധി, നിഷ്കളങ്കത. ഇത് രണ്ടും ചേർന്ന ഒരു സ്വഭാവം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കാം, എന്നിട്ട് പ്രാർത്ഥിക്കാം. 8 എന്തായിരുന്നു? ഇംപാർട്ട് യുവർ പീസ് ഓൺ ദം. പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങളുടെ സമാധാനത്തെ അവരുടെ മേൽ പകരുവിൻ. 9 മൂവ് അവേ ഫ്രം അൺറിസെപ്റ്റീവ് പീപ്പിൾ. സ്വീകരിക്കാത്ത ആളുകളുടെ ഇടയിൽ നിന്ന്, നിങ്ങളെ കൈക്കൊള്ളാത്തവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോകുക. അവിടെ നിൽക്കരുത്. 10 നമ്മൾ എന്താ കണ്ടത്? ബി ഷ്രൂഡ് ആൻഡ് ഇന്നസെൻറ്റ് അറ്റ് ദ സെയിം ടൈം. വളരെ കൂർമ്മബുദ്ധിയോടുകൂടി വേണം. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകുക. അവിടെ നിന്ന് തല്ലുകൊള്ളരുത്. നിഷ്കളങ്കത കൈവെടിയരുത്. ഇത് രണ്ടും ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. നാളെ രാവിലെ 17 മുതലുള്ള ഭാഗമാണ്. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചുകൊണ്ട് വരിക. പെർസിക്യൂഷനെ കുറിച്ച് കർത്താവ് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പീഡനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും പ്രീകോഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നാളെ പഠിക്കും. ഹല്ലേലൂയ. ഈ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഇന്ന് പഠിച്ച ആ ഗുണഗണങ്ങൾ നമ്മളിൽ വന്നു ചേരാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കൈകൾ നെഞ്ചിൽ ചേർത്ത് വെച്ച് എന്നോട് ചേർന്ന് ഉറക്കെ പ്രാർത്ഥിക്കുക. യേശു കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് പകർന്നിരിക്കുന്ന ദൈവിക സമാധാനം, സ്വർഗീയ സമാധാനം ഞാൻ ആരോട് സംസാരിക്കുന്നുവോ അവരിലേക്ക് പകരപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. എന്നെ കൈക്കൊള്ളാത്ത വ്യക്തികളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവാൻ അങ്ങനെ സഹായിക്കണമേ. കർത്താവേ, ഒരു പാമ്പിനെ പോലെ കൂർമ്മബുദ്ധിയോടെയും അപ്പോൾ തന്നെ ഒരു പ്രാവിനെ പോലെ നിഷ്കളങ്കതയോടെയും കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യാസമയം ദൈവം നമുക്ക് നൽകിയതോർത്ത് നന്ദി പറയുകയാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവചനം കേൾക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയാണ്. ഇന്ന് ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവരോടും കേൾക്കുന്നവരോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്,
നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനറേഷനാണ്. ദൈവത്തിന് മാത്രം അനുഗ്രഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനറേഷൻ. കൈകൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, നമ്മൾക്കറിയാം അതിഭയങ്കരമായ ഒരു പ്രശ്നത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയത്. പക്ഷേ എല്ലാത്തിനെയും ജയിച്ചൊരു ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ജനങ്ങൾ നിലവിളിച്ചു, ദൈവം ഇറങ്ങി വന്നു, അവരെ ദൈവം തന്നെ വഴി നടത്തി. ഹല്ലേലൂയ. അവരുടെ പ്രശ്നങ്ങളിൽ ദൈവം കൂടെയിരുന്നു, അവർക്ക് തക്ക സമയത്ത് തുണയായി സഹായകമായിരുന്നു. ഇന്ന് ഞാനിത് പറയുമ്പോൾ ഞാനൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഐ എം നോട്ട് ലൈയിങ് ബട്ട് ഐ സേ ദ റിയൽ ട്രൂത്ത് ഇൻ ക്രൈസ്റ്റ്. ഞാൻ നുണ പറയുകയല്ല, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സത്യം പറയുകയാണ്. കാരണം കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ പുതുവഴികളെ തുറന്ന് നമ്മളെ വഴി നടത്തും. ഒരു നിമിഷം കൈകൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കണ്ണുകൾ അടച്ച്, ഓ നന്ദി യേശുവേ, അമ്മ നൽകും സ്നേഹം പോലെ എൻ്റെ യേശു സ്നേഹിക്കുന്നു. എങ്ങനെയാ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്? ഇപ്പോൾ അല്പസമയം മുമ്പ് ദൈവദാസൻ ദൈവവചനത്തിൽ നിന്നും ചില മർമ്മങ്ങൾ നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അതിലൂടെ കർത്താവ് നമ്മളെ വിടുവിക്കുന്നു. ആരാധിക്കുമ്പോൾ അതിലൂടെ കർത്താവ് നമ്മളെ വിടുവിക്കുന്നു. അമ്മയേക്കാളധികം, പെറ്റമ്മയേക്കാളധികം, ജന്മം നൽകിയ അപ്പനേക്കാളധികം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ മാതാവും പിതാവുമായിട്ട് നിൽക്കുക. അതുകൊണ്ട് കൈകൾ വീശി ആ സ്നേഹമൊന്ന് ആസ്വദിച്ച്, ആ സ്നേഹമൊന്ന് അനുഭവിച്ച്, എല്ലാ ദുഃഖങ്ങളും ആ സ്നേഹത്തിൽ അലിഞ്ഞില്ലാതാകട്ടെ. ആ സ്നേഹത്തിൽ നമുക്ക് ദൈവത്തോടൊന്ന് അലിഞ്ഞു ചേരാം. അതിനർത്ഥം ദൈവത്തോട് നാം അലിഞ്ഞു ചേരുമ്പോൾ അനുഗ്രഹത്തിലേക്ക്, വിടുതലിലേക്ക്, സൗഖ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ രക്ഷയിലേക്ക്, ദൈവികമായ ശാന്തിയിലേക്ക്, സമാധാനം നമ്മൾ അടുക്കുകയാ. കൈകൾ വീശി നന്ദി യേശുവേ. ഓ നൽകും സ്നേഹം പോലെ എൻ്റെ യേശു സ്നേഹിക്കും. കൈകൾ വീശി ആ സ്നേഹം ഒന്ന് അനുഭവിച്ച്, അമ്മ നൽകും സ്നേഹം പോലെ എൻ്റെ യേശു സ്നേഹിക്കും. മാറോട് ആമേൻ ചേർത്തിടും. ഈ പാൻഡമിക് സീസണിലും തൻ്റെ ബലിഷ്ഠമായ കരത്തിനുള്ളിലേക്ക് അവൻ നമ്മളെ ചേർക്കുകയാണ്. നാഥനെ ചേർത്തിടുമേ എൻ്റെ യേശുപ്പച്ച. മനക്ലേശം നീക്കിടുമേ. അമ്മ നൽകും സ്നേഹം പോലെ എൻ്റെ താതൻ, എൻ്റെ യേശു സ്നേഹാപിതാവേ, പുത്രനിലൂടെ സ്നേഹത്തെ പകരുന്നവരെ നന്ദി. നൽകും സ്നേഹം പോലെ എൻ്റെ യേശു കൈകൾ വീശി ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഈ വാക്കുകൾ നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കൈകൾ വീശി ശരീരം ചലിപ്പിച്ച ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളിലേക്ക് അവൻ ദൈവ സാന്നിധ്യം, അതോടൊപ്പം ദൈവ സ്നേഹം പകരുകയാണ്. ഓ നന്ദി യേശുവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്നേഹമുണ്ട്. അത് ഞങ്ങളെ മാതാപിതാക്കന്മാരും ഞങ്ങൾക്കത് ലഭിക്കുകയില്ല, മനുഷ്യരായി ജനിച്ച ആരിൽ നിന്നും ലഭിക്കുകയില്ല. പക്ഷേ ദൈവപുത്രനായിരുന്നിട്ട് കൂടി ആ സ്ഥാനം മാറ്റിവെച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ജനിച്ച ഞങ്ങളുടെ ഇമ്മാനുവേൽ എന്ന ദൈവത്തിലൂടെ മാത്രം ഞങ്ങളോട് കൂടെ നടക്കുന്ന, ഞങ്ങളോട് സംസാരിക്കുന്ന, ഞങ്ങളെ അരികിലേക്ക് ഓടി വന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന അപ്പച്ച, അത് അങ്ങയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇന്ന് അതിൻ്റെ ദിവസമാണ്, ദൈവസ്നേഹം നിറഞ്ഞൊഴുകുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ആമേൻ. ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ലൈവ് ചാറ്റിലേക്ക് ഇടുക. ഏത് മാധ്യമത്തിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഈ മാധ്യമം ഉണ്ടാക്കുവാൻ
അല്ല അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം മനുഷ്യന് ബുദ്ധി കൊടുത്തിട്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി നൽകിയ ദൈവത്തിന് അതിലൂടെ അനുഗ്രഹിക്കുവാനും സാധിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഇത് വല്ലാത്ത പ്രശ്ന സങ്കീർണമായ ഒരു വല്ലാത്ത ദേശത്തെ എല്ലാം ഞെരിക്കുന്ന, കുടുംബങ്ങളെ ഞെരിക്കുന്ന, വ്യക്തിത്വങ്ങളെ ഞെരുക്കി വല്ലാതൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന, മാനസികമായി ഇട്ട് ഒരു ചുഴലിക്കാറ്റിൽ വട്ടം കറക്കുന്നത് പോലെ, അല്ലെങ്കിൽ വെള്ളത്തിലുണ്ടാകുന്ന ആ കറക്കത്തിൽ, ആഴമേറിയ ആ കറക്കത്തിലേക്കിട്ട് കറക്കി വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ പിശാച് ഊടാടി സഞ്ചരിക്കുക. പക്ഷേ ഓർക്കുക, ദൈവം സകലതിനെ സൃഷ്ടിച്ച ദൈവമാണ്. ഒരു കാലത്ത് ലൂസിഫർ എന്ന് പറയുന്ന ഈ ദുഷ്ടനെയും സൃഷ്ടിച്ചത് കർത്താവ്. ഇന്നവൻ ദുഷ്ടനായി മാറി. അന്ന് ഏറ്റവും നല്ലൊരു ആരാധനക്കാരനായിരുന്നു. പക്ഷേ അവൻ ദൈവത്തോട് മത്സരിച്ചു, അവൻ താഴേക്ക് വീണു. ഇന്ന് മനുഷ്യരെ, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യവും സൃഷ്ടിച്ച മനുഷ്യരെ അവൻ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരണത്തെയും പാതാളത്തെയും ജയിച്ച് അവൻ ജയക്കൊടി ഉയർത്തിയിട്ട് അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന്, അവൻ്റെ എല്ലാ കുരുട്ട് കാര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. ഇന്ന് വിളിച്ചു പറയുവാൻ സാധിക്കും, ഇന്ന് കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ജനിക്കുന്നതിന് മുമ്പേ ഒരു പേര് ലഭിച്ചു, ഇമ്മാനുവേൽ എന്ന് പേരിടണമെന്ന് ദൈവം പറയും. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. യേശു ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം, പദ്ധതി എത്രയാണെന്ന് ഓർക്കുക. നമുക്കെല്ലാവർക്കും ഇതൊരു പാൻഡമിക് സീസണാണ്. ഇതൊരു വലിയ ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ഏത് സീസണാണ്? സീസൺ ഒരു പരിധി വെച്ച ദൈവമാ. 4 സീസൺ ഭൂമിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുക, വേനൽക്കാലത്ത് വേനൽക്കാലിനൊരു പരിധി വെച്ചിട്ടുണ്ട്, മഴക്കാലത്ത് അതിനൊരു പരിധി വെച്ചിട്ടുണ്ട്, ശിശിരത്തിൻ്റെ സമയത്ത് ഒരു പരിധി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും പരിധി വെച്ച ദൈവം ഈ പാൻഡമിക് സീസണിനും ഒരു പരിധി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുവാൻ ദൈവം അനുവദിക്കില്ല മക്കളെ. പക്ഷേ ഈ പരിധിക്കകത്തേക്ക് ഇറങ്ങി വന്ന് നമ്മൾക്ക് താങ്ങും തുണയുമാകാൻ സഹായിക്കുന്നവനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ ഒരു സീസണിലും ദൈവത്തിന് നമ്മൾക്ക് ബ്രേക്ക് ത്രൂസ് നൽകുവാൻ സാധിക്കും. ഈ ഒരു സീസണിലും ചില പുതിയ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കുവാൻ യേശു കർത്താവിന് സാധിക്കും. ഈ ഒരു സീസണിലും ഏറ്റവും ആരോഗ്യമുള്ളൊരു ശരീരത്തിനുടമയാക്കി തീർക്കുവാൻ യേശു കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്, എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. നമ്മളെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തിയിട്ട് ദൈവത്തിന് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ ചെയ്യുന്നവൻ നമ്മുടെ കർത്താവ്. യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. യേശു വന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാനാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്നുള്ളത് നശിച്ചു പോകുന്ന നമ്മളെ ഓരോരുത്തരിലെയും പുത്രനിലൂടെ വീണ്ടെടുക്കുക. ഹല്ലേലൂയ. സ്വർഗാദി സ്വർഗങ്ങളിൽ ദൈവം ഒരുക്കി വെച്ച നന്മകൾക്ക് നമ്മൾ അവകാശിയാകുക. ഭൂമിയിലെ ജീവിതം കർത്താവിനോടുകൂടെ സമാധാനത്തിൽ ജീവിക്കുക, അവനെ മഹത്വപ്പെടുത്തുക, അവൻ്റെ രാജ്യത്തിനായി നമ്മൾ നിലനിൽക്കുക. ഹല്ലേലൂയ. ഇന്ന് ലൈവിലൂടെ കാണുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും, ഈ പാൻഡമിക് സീസണിലും അനേകർ ഈ ലോകത്തോട് വിട പറയുക. എന്തുകൊണ്ട് നാം ഓരോരുത്തരും ഇന്ന് ഈ ലൈവ് ചാറ്റിലൂടെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു? ഇറ്റ്സ് ഗോഡ്സ് പർപ്പസ്, ഇറ്റ്സ് ഗോഡ്സ് പ്ലാൻ. ഇതാ ദൈവത്തിൻ്റെ ഉദ്ദേശം. ഞാനും നീയും മരിക്കുവാനല്ല, ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ നന്മകളെ ഈ പാൻഡമിക് സീസണിൽ വർണ്ണിക്കുവാൻ, സാക്ഷ്യം പറയുവാനാ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളെ കാണുന്നവരെ, കേൾക്കുന്നവരെ, നമ്മുടെ സമയമായിട്ടില്ല. ഹല്ലേലൂയ. പിശാച് ഓടി നടന്നോട്ടെ, രോഗബാധകൾ ഓടി നടന്നോട്ടെ, പക്ഷെ അതിനിടയിലും രോഗമില്ലാത്ത ആരോഗ്യത്തോടുള്ള ശരീരത്തോട് നമ്മളെ നടത്തുവാൻ ദൈവത്തിന് സാധിക്കും. താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞവൻ നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഇന്ന് ലൈവിലൂടെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും
യേശു കർത്താവ് തൻ്റെ ഇഷ്ടമല്ല, സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നതുകൊണ്ട് 100% ഉറപ്പോടെ പറയുവാൻ സാധിക്കും, നിങ്ങളുടെ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ക്രിസ്തുവേശുവിൽ 100% ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ അനുഭവസ്ഥരായതുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ. വഴിയിൽ ജീവിതയാത്രയിൽ മരണക്കിടക്ക പോലുള്ള അവസ്ഥയിൽ, പെരുവെള്ളത്തിൽ തീച്ചൂളയ്ക്ക് നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, നിന്നയുടെ നടുവിൽ, അപമാനത്തിൻ്റെ നടുവിൽ, ഇനിയൊരു വഴിയില്ല, ആത്മഹത്യ എന്ന് പറയുന്ന നടുവിൽ ഇട്ട് കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. മറിച്ച് കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ച് കൂടെ നിന്നുകൊണ്ട്, മകനെ ഞാൻ നിനക്ക് വേണ്ടി ജീവൻ നൽകിയെങ്കിൽ നിന്നെ ഞാൻ അനുഗ്രഹമാക്കി തീർക്കും, നിന്നോടുകൂടെ ഞാൻ ഇരുന്ന് നിന്നെ ഒരു സാക്ഷിയാക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. ഹല്ലേലൂയ. കർത്താവേ, ഇവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഓരോന്നും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യങ്ങളായി തീരട്ടെ. അങ്ങ് ഇവരോട് കൂടിയിരിക്കുന്ന ഈ ദിവസങ്ങളിൽ മഹാത്ഭുതങ്ങളാൽ ഇവരെ അങ്ങ് നയിക്കണമേ. ഇവർക്ക് പിൻപിൽ അങ്ങയുടെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ തേജസ് ഇവരെ വലയം ചെയ്തിരിക്കട്ടെ. ദൈവത്തിൻ്റെ സൗഖ്യം ഇവരെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ സാമ്പത്തിക നന്മകൾ, വിടുതലുകൾ, സമാധാനം, സന്തോഷം, ആയുസ്, അനുഗ്രഹം എല്ലാം ഇവരോട് കൂടിയിരിക്കട്ടെ. നിഴൽ ഞങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ ദൈവിക അനുഗ്രഹങ്ങൾ ഇവരെ പിൻപറ്റിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൈകളും ഉയർത്തി പറ, യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുന്നു. എങ്കിൽ സന്തോഷത്തോടു കൂടി ഈ ദുഃഖത്തിൻ്റെ അവസ്ഥയാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്, ജീവൻ നൽകിയ ദൈവമുണ്ട്. ആ ദൈവത്തെ 1-2 നിമിഷം കൈകൾ അടിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഓ നന്ദി യേശുവേ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പ്രഭരൻ, തൻ ജീവനാൽ എന്നെയും. വിശ്വാസത്തോടെ പാടിയേ. അവനത്രേ പ്രഭരൻ, തൻ ജീവനാൽ എന്നെയും. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ച. മക്കളെ, വീഴാൻ ദൈവം അനുവദിക്കില്ല. താഴ്ചയിൽ എനിക്കവൻ. അതുകൊണ്ട് വിശ്വാസത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ കൈകൾ തട്ടി തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗസ. എന്തുകൊണ്ട്? വിശ്വാസത്താൽ. ആമേൻ. പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷം. ജീവന്റെ ഉറവിടം. സന്തോഷത്തോടെ ഈ പാൻഡമിക് സീസണിലും ദൈവം സമൃദ്ധമായി നമ്മളെ വഴി നടത്തും. ഓരേ മനസേ, നാവിനാൽ അവനെ നാം ഘോഷിക്കും. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. തൻ ജീവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, രാവിലെ മോർണിംഗ് ഗ്ലോറി, വൈകിട്ട് ഹോം ഫെലോഷിപ്പ്, വെള്ളിയാഴ്ച ഹീലിംഗ് ക്രൂസേഡ്, ഞായറാഴ്ചകളിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ എല്ലാം ഒരു മുടക്കം കൂടാതെ കാണുക. കാരണം ഇതിലൂടെ ഒരു അനുഗ്രഹം നമ്മൾക്കൊണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക. കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യങ്ങളോടുകൂടി നമുക്ക് വീണ്ടും കാണാം. ആമേൻ, ആമേൻ, ആമേൻ.